നമ്മളൊരു 7 ദിവസം കൊണ്ട് 7 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഫേസിൽ ശരിക്കും നല്ലൊരു ഗ്ലോ കിട്ടാനും നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എന്ന് വേണ്ട എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്കുമായിട്ട് ഞാൻ വരുന്നത്. നമ്മൾ ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ പറയുന്ന സബ്ജക്റ്റ്, ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് പറയുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 7 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതൊക്കെ പോയിട്ട് ഒരു 3 ഡേയ്സ് ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ റൈസാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് റൈസിനകത്ത്, ഇല്ലേ? നമ്മുടെ സ്കിന്നിനെ ഇത് റൈസിൻ്റെ പാക്കറ്റല്ല, റൈസിൻ്റെ ഇതിന് ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് ഏത് സ്കിന്നുകാർക്കും പറ്റും. പിന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും പറ്റും. അത്രയും നല്ലൊരു ഗ്യാരൻറ്റീഡാണ് റൈസ് ഫ്ലവർ, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും, റിങ്കിൾസ് പോകാനും, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ഒരു റെമഡിയാണ് ഞാൻ ഈ പറയുന്ന റൈസ് ഫ്ലവർ. നമുക്കിത് വിസിബിളി പെട്ടെന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ പായ്ക്ക് കേട്ടോ. ശരിക്കും നല്ല ഒരു ഗ്ലോ കിട്ടാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ 7 ഡേയ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊരു 3 ഡേയ്സ് നിങ്ങൾ വിട്ടതിന് ശേഷം നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബദാമാണ്. ബദാമിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഇയുടെ കല്ലവറയാണ് ബദാം. ഒത്തിരി മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ ബദാം. അതും പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണേൽ ചേർക്കാം, നമുക്ക് ഏത് ഓയിൽ വേണേലും നമുക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗ്ലിസറിനാണ് ചേർക്കുന്നത്. ഗ്ലിസറിൻ അറിയാലോ, നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ കിട്ടാനും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഗ്ലിസറിൻ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഹണിയുടെ ഗുണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ല സ്കിന്ന് മോയ്സ്ചറൈസർ ചെയ്ത് വെക്കും, സ്കിന്നൊന്ന് സ്മൂത്താകും. ഇത് 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഫേസ് പാക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഫേസ് ക്രീം പോലാണിത്, മനസ്സിലായോ? ഞാനിത് ഉണ്ടാക്കി ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ശരിക്കും നമുക്ക് ഇത് കണ്ടോ, നല്ലൊരു മിൽക്ക് പോലെ വരുന്നത്, നല്ല ക്രീമി പോലെ ഇരിക്കുന്നത്, മനസ്സിലായോ? ഇത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹണി ചേർത്തും അലോവേര ചേർത്തും ഗ്ലിസറിൻ ചേർത്തും എല്ലാം ഉണ്ടാക്കി. ഇതല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് മിൽക്ക് ചേർത്തുണ്ടാക്കിയാലും ഏറ്റവും ബെസ്റ്റാണ്. ഞാനിതിൻ്റെ അകത്ത് ഈ 4 അലോവേരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അലോവേര അറിയാലോ, നമ്മുടെ സ്കിന്ന് ഒന്ന് സ്മൂത്ത് ചെയ്ത് വെക്കാനും, സപ്പോസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടെ ആയുണ്ട്, നല്ല നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും അലോവേരയ്ക്ക് സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു 2 സ്പൂൺ അരി എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 7 ബദാം, 2 ടീസ്പൂൺ അരിക്ക്, നമ്മൾ ഈ ബിരിയാണി അരിയോ ബസ്മതി അരിയോ വെള്ള അരി ഏത് വേണേലും കുഴപ്പമില്ല, അത് 2 ടീസ്പൂൺ എടുത്തിട്ട് ഒരു വലിപ്പമുള്ള, തീർത്ത് സ്മോളായ ബദാം അല്ല, വലിപ്പമുള്ള ബദാം ഒരു 7 എണ്ണം എടുത്ത് ഈ അരിയും ബദാം കൂടെ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ ബദാമിൻ്റെ തോല് കളഞ്ഞ് ഈ അരിയും ബദാമും കൂടെ നമുക്ക് തിക്കായിട്ട് ആ ഒഴിച്ചു വെച്ച വെള്ളം സ്വല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ശേഷം നമ്മളിതൊരു അരിപ്പയിലോ ഒരു തുണിയിലോ വെച്ച് അരിച്ചെടുക്കുക. കാരണം
എന്തെങ്കിലും തരിതരിപ്പുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കുവാണെങ്കിൽ, തരിതരിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചില്ലേലും കുഴപ്പമില്ല. ഇതുകൊണ്ട് നമുക്ക് പല പായ്ക്കുകൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇത് ഹണി വേണ്ട, അലോവേര വേണ്ട, ഗ്ലിസറിൻ വേണ്ട, ഒന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് മിൽക്ക് ആഡ് ചെയ്തിട്ടോ നമ്മുടെ ഫേസിലിട്ടാലും ഏറ്റവും ബെസ്റ്റാണ്. മനസ്സിലായോ? ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് തൈര് ചേർത്തോ അലോവേര ചേർത്തോ പ്ലെയിൻ ഹണി ചേർത്തോ എന്ത് വേണേലും ഈ പായ്ക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പം ഞാനുണ്ടാക്കിയിരിക്കുന്നത് ഈ അരച്ച പേസ്റ്റ് എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ഗ്ലിസറിന് ഒഴിച്ച് 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ പേസ്റ്റിനാവട്ടോ ഈ പറയുന്നത് 1/2 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ ഒഴിച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സാക്കി നമ്മുടെ ഫേസിലിടാവുന്നതാണ്. ഇത് കണ്ടിന്യൂസ് 7 ഡേയ്സ് നിങ്ങളിട്ടോ ശരിക്കും നിങ്ങളുടെ ഫേസിൽ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഹണിയോ ഒന്നും വേണ്ട. ഇത് പ്ലെയിൻ മിൽക്ക് ഒഴിച്ചിട്ട് പാല് മാത്രം ഒഴിച്ചിട്ട് നിങ്ങളുടെ ഫേസിലിട്ടാലും ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ ഏത് കാര്യവും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇതിലിറങ്ങിയിരിക്കുന്ന ബദാം, റൈസ് ഇതൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളാണ്. നമ്മുടെ സ്കിന്നിനും നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റനാക്കാനും ഗ്ലോ തരാനും ഞാൻ എസ്പെഷ്യലി പറഞ്ഞത് നമ്മൾ 50+, 45 ഇതിനൊക്കെ ശേഷമുള്ളവർ ഇത് സ്ഥിരമായിട്ടിട്ടാൽ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ടിരിക്കാനും റിങ്കിൾസൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ ടോപ്പിക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ എൻ്റെ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ, താങ്ക് യു.